നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓൾറെഡി നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റും അതുമായി ബേസിലുള്ള 10ാം ക്ലാസ്സിലെ പ്രിലിമിനറി എക്സാമുകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ എക്സാം പഠിച്ചു തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടുക. നമുക്കൊന്ന് നോക്കാം. ഉറപ്പായിട്ടും നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻ എക്സാം വരുമ്പോഴേക്കും നമ്മുടെ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റ് കയറത്തക്ക രീതിയിൽ മുഴുവൻ ടോപ്പിക്കും സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളോടൊപ്പം കൂടിക്കോളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. സബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഭൂമിയുടെ ഘടനയും അഗ്നിപർവ്വതങ്ങളും. ഭൂമിയുടെ ഘടനയും അഗ്നിപർവ്വതങ്ങളും. ആദ്യകാലത്ത് PSC ഭൂമിയുടെ ഘടന മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിമിനറി എക്സാമില് അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ഘടനയോടൊപ്പം അഗ്നിപർവ്വതങ്ങളും കൂടെ നമ്മൾ അങ്ങ് പഠിച്ചു പോകാൻ പോവുകയാണ്. സമയം കളയേണ്ട. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ എക്സാം ഡേ 1 നമുക്കിവിടെ ആരംഭിക്കാം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ടാണ്. ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി ആദ്യമായി പ്രതിപാദിച്ച സിദ്ധാന്തം നെബുലാർ സിദ്ധാന്തം. പഠിച്ചോളനെ. ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി ആദ്യമായി പ്രതിപാദിച്ച സിദ്ധാന്തം ഏതാ? നെബുലാർ സിദ്ധാന്തമാണ്. നെബുലാർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ലാപ്ലേസ് ആണ്. വർഷം 1796. നെബുലാർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ലാപ്ലേസ് ആണ്. വർഷം 1796. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ സൂര്യനോടൊപ്പം മറ്റു നക്ഷത്രങ്ങളെ കൂടി അവതരിപ്പിക്കുന്ന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ബൈനറി സിദ്ധാന്തം. പഠിച്ചോളനെ. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് സൂര്യനോടൊപ്പം മറ്റു നക്ഷത്രങ്ങളെ കൂടി അവതരിപ്പിക്കുന്ന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരെന്താ? ബൈനറി സിദ്ധാന്തം എന്ന്. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള ആധുനിക സിദ്ധാന്തങ്ങളിൽ പ്രശസ്തമായതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ഇമ്പോർട്ടന്റ് ആണ്. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള ആധുനിക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ അത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തം. പഠിച്ചോളനെ. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏതാ? മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി ആദ്യമായി പ്രതിപാദിച്ച സിദ്ധാന്തം ഏതാ? നെബുലാർ സിദ്ധാന്തമാണ്. നെബുലാർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ലാപ്ലേസ് ആണ്. വർഷം 1796. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ സൂര്യനോടൊപ്പം മറ്റു നക്ഷത്രങ്ങൾ കൂടി അവതരിപ്പിക്കുന്ന സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ അത് ബൈനറി സിദ്ധാന്തമാണ്. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള ആധുനിക സിദ്ധാന്തങ്ങളിൽ പ്രശസ്തമായ സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ അത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. പഠിക്കുക. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ സാധ്യമാകുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, അതുപോലെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലം അഥവാ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്ത്. കാരണം നമുക്ക് ഭൂമി കുഴിച്ച് ഭൂമിയുടെ അടിയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 രീതികളിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് പഠിക്കുന്നത്. ഇത് ഒരു തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ പഠിക്കുക. ഭൂമിയുടെ ആരം 6370 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ആരം എത്രയാ? 6370 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ച് 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നെന്താ? ഭൂവൽക്കം, 2 മാന്റില്, 3 പുറക്കാമ്പ്, മറ്റെന്താ? അകക്കാമ്പ്. ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ സാധ്യമാക്കുന്നത് എങ്ങനെയൊക്കെയാ? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, അതുപോലെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെ
വിശകലനം ചെയ്തുമാണ് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഭൂമിയുടെ ആരം എത്രയാ? 6370 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ച് 4 ഭാഗങ്ങളായിട്ട് ഭൂമിയെ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് ഭൂവൽക്കം. എന്താണ് ഭൂവൽക്കം? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം. കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്ന പേരെന്താ? അതാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഘടനയിൽ ഏറ്റവും നേർത്ത പാളി എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഭൂമിയുടെ ഘടനയിലെ ഏറ്റവും നേർത്ത പാളി എന്നറിയപ്പെടുന്നത് ആരാ? ഭൂവൽക്കത്തിനെയാണ്. നാം അടങ്ങുന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ ഭാഗം ഭൂവൽക്കമാണ്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. നാം അടങ്ങുന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? ഭൂവൽക്കമാണ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളി എന്ന് ചോദിച്ചാൽ അത് ഭൂവൽക്കമാണ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ ഭൂമിയുടെ പാളി ഏതാ? ഭൂവൽക്കമാണ്. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി എന്നറിയപ്പെടുന്നത് ഏതാ? ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഘടനയിൽ ഏറ്റവും നേർത്ത പാളി എന്നറിയപ്പെടുന്നത് ആരെയാ? ഭൂവൽക്കത്തെയാണ്. നാം അടങ്ങുന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ ഭാഗം ഏതാ? ഭൂവൽക്കമാണ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളി എന്നറിയപ്പെടുന്നത് ഏതാ? ഭൂവൽക്കമാണ്. പഠിക്കുക. പ്രധാനമായും വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് ഭൂവൽക്കത്തെ തരംതിരിച്ചിരിക്കുന്നു. ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാ? വൻകര ഭൂവൽക്കം എന്നും അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് നോക്കാം വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, ചിത്രത്തില് ഇതാണ് വൻകര ഭൂവൽക്കം അഥവാ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, യവന്മാർക്ക് നല്ല കനമില്ലേ? അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലായിരിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാ? 30 കിലോമീറ്റർ ആണ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കനം കൂടിയ പ്രദേശം പർവ്വത പ്രദേശം. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കനം എവിടെയാ ഉണ്ടാകുന്നത്? അത് പർവ്വത പ്രദേശത്തായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ലെവലായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വൻകര ഭൂവൽക്കത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ ശരാശരി കനം 70 കിലോമീറ്റർ ആയിരിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ ശരാശരി കനം എത്രയാ? 70 കിലോമീറ്റർ ആയിരിക്കും. അതായത് നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള മലവടക്കുകൾ അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഈ വൻകര ഭൂവൽക്കത്തിന്റെ കനം നോക്കിക്കഴിഞ്ഞാൽ അത് 70 ആയിരിക്കും. എന്നാൽ സാധാരണ നിരപ്പേറിയ പ്രദേശങ്ങളിലാണെങ്കിൽ എത്രയാ? 30 കിലോമീറ്ററുമായിരിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എത്രയാ? 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രധാനമായും നമ്മുടെ ഭൂവൽക്കത്തെ വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ വൻകര ഭൂവൽക്കത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വൻകര ഭൂവൽക്കത്തിന്റെ കനം കൂടുതലായിരിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കനം കൂടിയ പ്രദേശം പർവ്വത പ്രദേശമായിരിക്കും. വൻകര ഭൂവൽക്കത്തിൽ പർവ്വത പ്രദേശത്തിന്റെ ശരാശരി കനം എത്രയാ? 70 കിലോമീറ്റർ ആണ്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് സമുദ്ര ഭൂവൽക്കം. കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തിൽ ഇതാണ് സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത്. സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം സമുദ്ര ഭൂവൽക്കം. ഭൂവൽക്കത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? സമുദ്ര ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കനം കുറഞ്ഞ ഭാഗം എന്നറിയപ്പെടുന്നത് സമുദ്ര ഭൂവൽക്കമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഭൂവൽക്കത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 5 കിലോമീറ്റർ ആണ്. കണ്ടോ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് 30-70 കിലോമീറ്റർ അല്ല, വെറും 5 കിലോമീറ്റർ മാത്രമേ കനമുള്ളൂ. ആർക്ക്? സമുദ്ര ഭൂവൽക്കത്തിന്. എന്നാൽ നേരെ നമ്മൾ വൻകര ഭൂവൽക്കം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ 30 മുതൽ 70 കിലോമീറ്റർ വരെയാണ് കനം. അപ്പൊ ഏറ്റവും കനം കുറവ് ആർക്കാ? സമുദ്ര ഭൂവൽക്കത്തിനാണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം എത്രയാ? 5 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 3 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. പഠിച്ചോളനെ, സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്രയാ? 3 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. കാഠിന്യം കൂടിയ ശിലകളാൽ നിർമ്മിതമാണ് സമുദ്ര ഭൂവൽക്കം. കാഠിന്യം കൂടിയ ശിലകളാൽ നിർമ്മിതമാണ് സമുദ്ര ഭൂവൽക്കം. ഇമ്പോർട്ടന്റ് ആണ്. കാഠിന്യം കൂടിയ ശിലകളാൽ നിർമ്മിതമാണ് സമുദ്ര ഭൂവൽക്കം എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാന്റിലിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. രണ്ടാമത്തെ ഭാഗം ഏതാ? നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിലെ
മാന്റിൽ. ഭൂമിയുടെ ഘടനയിൽ രണ്ടാമത്തെ ഭാഗമാണ് മാന്റില്. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ എന്നറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഭൂവൽക്കത്തിന് തൊട്ടു താഴെ, അതായത് ഇത് മുതൽ ഇത്രയും വരുന്ന പ്രദേശം ഇല്ലേ, ചിത്രത്തിൽ ശ്രദ്ധിക്കണേ, ഇതിലാണ് മാന്റിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താരതമ്യേന കനം കൂടുതലുള്ള ഭൂവൽക്ക ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു ഏരിയ മാന്റിൽ അല്ലേ, അതുകൊണ്ട് താരതമ്യേന കനം കൂടുതലുള്ള ഭൂമിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് മാന്റിലാണ്. മാന്റിലിന് 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മാന്റില് 2900 കിലോമീറ്റർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാന്റിലിനെ ഭൂവൽക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് മോഹോ പരിവർത്തന മേഖല. കണ്ടോ സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗം, ഇതിനെയാണ് മോഹോ പരിവർത്തന മേഖല എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് മോഹോ പരിവർത്തന മേഖല എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. മാന്റിലിനെ ഭൂവൽക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താ, മോഹോ പരിവർത്തന മേഖല. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ച ചോദ്യമാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ലിത്തോസ്ഫിയർ. മാന്റിലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താ ലിത്തോസ്ഫിയർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല്, നമ്മുടെ ഭൂവൽക്കത്തിനെ മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ട് ആ മാന്റിലിന്റെ ഏറ്റവും മുകൾ ഭാഗമില്ലേ സുഹൃത്തുക്കളെ, അതിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന്. അപ്പോൾ ലിത്തോസ്ഫിയറിന്റെ മലയാളം എന്താ, ശിലാമണ്ഡലം. ലിത്തോസ്ഫിയറിന്റെ മലയാളം എന്താ, ശിലാമണ്ഡലം. അപ്പോ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ ശിലാമണ്ഡലം കാണപ്പെടുന്നു. 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ ആര് കാണപ്പെടും, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം കാണപ്പെടുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മാന്റിലിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഭൂമിയുടെ ഘടനയിലെ രണ്ടാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് മാന്റിലാണ്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് മാന്റില്. താരതമ്യേന കനം കൂടുതലുള്ള ഭൂവൽക്ക ഭാഗത്തെ മാന്റിൽ എന്നറിയപ്പെടുന്നു. താരതമ്യേന കനം കൂടുതലുള്ള ഭൂവൽക്ക ഭാഗമാണ് അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനാഭാഗമാണ് മാന്റിൽ എന്ന് നമുക്ക് പറയാം. മാന്റിലിനെയും ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മോഹോ പരിവർത്തന മേഖല എന്നറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പഠിച്ചത് ലിത്തോസ്ഫിയർ ആണ്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാ, ലിത്തോസ്ഫിയർ ആണ്. 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് അസ്തനോസ്ഫിയർ. ഏതാണ് അസ്തനോസ്ഫിയർ? ദുർബലം എന്നർത്ഥം വരുന്ന വാക്കാണ് അസ്തനോസ്ഫിയർ. മറക്കരുത്, ദുർബലം എന്നർത്ഥം വരുന്ന വാക്കാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ദാ ഈ ഒരു ഭാഗം കണ്ടോ, ഈ നല്ല ഡാർക്ക് റെഡ് കിടക്കുന്നേ, ഇവനെയാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അപ്പോ എന്താ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാല്, ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് അസ്തനോസ്ഫിയർ എന്ന്. അസ്തനോസ്ഫിയർ പൂർണ്ണമായും മാന്റിലിന്റെ ഭാഗമായി കാണപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കുമേ, അസ്തനോസ്ഫിയർ പൂർണ്ണമായിട്ടും മാന്റിലിന്റെ ഭാഗമായി കാണപ്പെടുന്നു. എന്നാൽ ലിത്തോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ, ലിത്തോസ്ഫിയറിന്റെ കുറച്ച് ഭാഗം ആർക്ക് പോകും, എർത്ത് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തിന് പോകും. ബാക്കി കുറച്ച് ഭാഗം ആർക്കും പോകും, മാന്റിലിനും പോകും. എന്നാൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്, മാന്റിലിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉരുകിയ ശിലാപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മാഗ്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉരുകിയ ശിലാപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മാഗ്മ എന്ന്. ഏകദേശം 400 കിലോമീറ്റർ വരെ അസ്തനോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം 400 കിലോമീറ്റർ വരെ ആര് വ്യാപിച്ചു കിടക്കുന്നു, അസ്തനോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ദുർബലം എന്ന അർത്ഥം വരുന്ന വാക്കാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ പൂർണ്ണമായും മാന്റിലിന്റെ ഭാഗമായി കാണപ്പെടുന്നു. ഉരുകിയ ശിലാപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് മാഗ്മ എന്നാണ്. ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത്. പഠിക്കുക. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലം എന്നറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രത അനുഭവപ്പെടുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രത അനുഭവപ്പെടുന്ന മേഖല ഏതാണ്, അത് അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയറിന്റെ സാന്ദ്രത 1.4 ഗ്രാം ഘന
സെന്റിമീറ്റർ ആണ്. അസ്തനോസ്ഫിയറിന്റെ സാന്ദ്രത എത്രയാ? 1.4 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അസ്തനോസ്ഫിയറിന്റെ താഴ്ഭാഗം കീഴ് മാന്റിൽ എന്നറിയപ്പെടുന്നു. അസ്തനോസ്ഫിയറിന്റെ താഴ്ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കീഴ് മാന്റിൽ എന്നറിയപ്പെടുന്നു. കീഴ് മാന്റിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. കീഴ് മാന്റിൽ എപ്പോഴും എന്തായിരിക്കും? ഖരാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ കീഴ് മാന്റിലിന്റെ പ്രദേശത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന മോളിക്യൂളുകൾ എന്ത് ചെയ്യും? വളരെ അടിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഖരാവസ്ഥയിലായിരിക്കും വസ്തുക്കൾ കാണപ്പെടുന്നത്. അപ്പോൾ കീഴ് മാന്റിൽ ഖരാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കും. കീഴ് മാന്റിൽ എപ്പോഴും എന്തായിരിക്കും? ഖരാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലം എന്നറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രത അനുഭവപ്പെടുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന്റെ സാന്ദ്രത 1.4 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അസ്തനോസ്ഫിയർ താഴ്ഭാഗം കീഴ്മാന്റിൽ എന്നറിയപ്പെടുന്നു. കീഴ്മാന്റിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയും. മൂന്നാമത്തെ ഭാഗമാണ് കാമ്പ് അഥവാ കോർ എന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ലിത്തോസ്ഫിയറും അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ, അതായത് മാന്റിലിന്റെ ഭാഗങ്ങളെല്ലാം ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് അവിടെയുള്ള വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? ഭൂമിയുടെ ഉപരിതലത്തിൽ വരും. നമുക്ക് അപ്പൊ അവതെടുത്ത് വെച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും മാന്റിലിനെ പറ്റി. എന്നാൽ വളരെ വളരെ ഉള്ളിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രഷറിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറിലും ഇരിക്കുന്ന കാമ്പിലോട്ട് നമുക്ക് പെട്ടെന്നൊന്നും അതിന്റെ ഒരു ഭാഗം പോലും നമുക്ക് പഠിക്കാൻ ലഭിക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് അത് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്ന ഏക മാർഗം എന്താ? അല്ലെങ്കിൽ കാമ്പ് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്ന ഏക മാർഗം എന്നറിയപ്പെടുന്നത് എന്താ? ഭൂകമ്പ തരംഗങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഭൂമിയുടെ കാമ്പ് അഥവാ കോറിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂകമ്പ തരംഗങ്ങളിലൂടെ മാത്രം കൂടുതലായി പഠന വിധേയമാക്കിയിരിക്കുന്ന ഭൂമിയുടെ ഭാഗം കാമ്പാണ്. മാന്റിലിനെയും കാമ്പിനും ഇടയിൽ അതിർവരമ്പ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലാണെന്ന് കണക്കാക്കിയിരിക്കുന്നു. മാന്റിലിന്റെയും കാമ്പിനും ഇടയിലുള്ള അതിർവരമ്പ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലാണ് എന്ന് കണക്കാക്കിയിരിക്കുന്നു. കാമ്പ് പ്രധാനമായും ഇരുമ്പ്, നിക്കൽ എന്നീ ഖനലോഹങ്ങളാൽ നിർമ്മിതമാണ്. കാമ്പ് പ്രധാനമായിട്ടും ഇരുമ്പും അതുപോലെ തന്നെ നിക്കൽ എന്നീ ലോഹങ്ങളാൽ നിർമ്മിതമാണ്. നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം കാമ്പാണ്. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാമ്പ് അഥവാ കോറാണ്. പഠിക്കുക. ഈ നിഫെ എന്നുള്ള പേര് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നിക്കലിനെ നമ്മൾ Na എന്ന് എഴുതും, അതുപോലെ ഇരുമ്പ് അയണിനെ നമ്മൾ Fe എന്ന് എഴുതും അല്ലെ. അപ്പൊ അത് ചേർത്തിട്ടാണ് നിഫെ എന്നുള്ള പേര് വന്നത്. അപ്പോ നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാ? അത് കാമ്പ് അഥവാ കോറാണ്. കാമ്പിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. കാമ്പിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? പുറക്കാമ്പും അകക്കാമ്പും. ഒന്നുകൂടി പറയാം, കാമ്പ് അഥവാ കോറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാന്റിലിന്റെ താഴ്ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? കാമ്പ് അഥവാ കോർ എന്നാണ്. ഭൂകമ്പ തരംഗങ്ങളിലൂടെ കൂടുതലായി പഠന വിധേയമാക്കുന്ന ഭൂമിയുടെ ഭാഗം കാമ്പ് അഥവാ കോറാണ്. മാന്റിലിന്റെയും കാമ്പിനുമിടയിൽ അതിർവരമ്പ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലാണെന്ന് കണക്കാക്കിയിരിക്കുന്നു. കാമ്പ് പ്രധാനമായും ഇരുമ്പ്, നിക്കൽ എന്നീ ഖനലോഹങ്ങളാൽ നിർമ്മിതമാണ്. നെഫെ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ഭാഗം ചോദിച്ചാൽ അത് കാമ്പാണ്. കാമ്പിനെ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് പുറക്കാമ്പും മറ്റൊന്ന് അകക്കാമ്പും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് പുറക്കാമ്പിനെ പറ്റിയിട്ട്. ആരെ പറ്റിയാണ്? ഔട്ടർ കോർ അഥവാ പുറക്കാമ്പിനെ പറ്റിയിട്ടാണ്. ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന കാമ്പിന്റെ ഭാഗം എന്നറിയപ്പെടുന്നത് പുറക്കാമ്പാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന കാമ്പിന്റെ ഭാഗം അല്ലെങ്കിൽ കോറിന്റെ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? പുറക്കാമ്പാണ്. പുറക്കാമ്പിന്റെ സാന്ദ്രത 5 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഈ 2 പോയിന്റ് പഠിച്ചോളനെ. പുറക്കാമ്പിന്റെ സാന്ദ്രത എന്താണ്? 5 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. കണ്ടോ ഒരു ഉരുണ്ടിരിക്കുന്നേ, ഇതാണ് അകക്കാമ്പ് അഥവാ ഇന്നർ കോർ എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗം അകക്കാമ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് അകക്കാമ്പാണ്. ഭൂമിയുടെ കേന്ദ്രം ഏകദേശം 6300 കിലോമീറ്റർ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രം ഏകദേശം 6300 കിലോമീറ്റർ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു. അകക്കാമ്പിന്റെ സാന്ദ്രത 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അകക്കാമ്പിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അകക്കാമ്പിന്റെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അകക്കാമ്പിന്റെ ശരാശരി താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭൂമിയുടെ ഘടനയിലെ
ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഇന്നർ കോർ അഥവാ അകക്കാമ്പിനാണ്. ഇതിന് 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ് സാന്ദ്രത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അകക്കാമ്പിന്റെ ശരാശരി താപനില എത്രയാ? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഭൂമിയുടെ ഘടനയിൽ ഏറ്റവും താപനില അനുഭവപ്പെടുന്ന പ്രദേശം ഏതാ? ഇന്നർ കോർ അഥവാ അകക്കാമ്പാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പുറക്കാമ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന കാമ്പിന്റെ ഭാഗം പുറക്കാമ്പ്. പുറക്കാമ്പിന്റെ സാന്ദ്രത 5 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അകക്കാമ്പിനെ പറ്റിയിട്ടാണ്. ഭൂമിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗം അകക്കാമ്പ്. ഭൂമിയുടെ കേന്ദ്രം ഏകദേശം 6300 കിലോമീറ്റർ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു. അകക്കാമ്പിന്റെ സാന്ദ്രത 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. അകക്കാമ്പിന്റെ ശരാശരി താപനില എത്രയാ? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അഗ്നിപർവ്വതങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അഗ്നിപർവ്വതങ്ങൾ. ഇപ്പോ കഴിഞ്ഞ നമ്മുടെ പ്രിലിംസിനകത്ത് എടുത്തു ചോദിച്ചതാണ് അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഏതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഗ്നിപർവ്വതങ്ങൾ പഠിക്കണം. ഉറപ്പായിട്ടും നമ്മുടെ മെയിൻ എക്സാമിൽ അഗ്നിപർവ്വതങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, പഠിക്കാം അഗ്നിപർവ്വതങ്ങളെ പറ്റി. എന്താണ് സുഹൃത്തുക്കളെ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭൗമാന്തർഭാഗത്ത് നിന്നും വാതകങ്ങൾ, ചാരം, ശിലാദ്രവ്യം, ശിലാം, ഖണ്ഡങ്ങൾ പുറന്തള്ളപ്പെടുന്ന മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാല്? ഭൗമാന്തർഭാഗത്ത്, അതായത് ഭൂമിയുടെ അടിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന വാതകങ്ങളും ചാരവും ശിലാദ്രവവും അതുപോലെ ശിലാഖണ്ഡങ്ങൾ, അതായത് ശിലയുടെ ഭാഗങ്ങളെല്ലാം പുറന്തള്ളപ്പെടുന്ന മാർഗം അറിയപ്പെടുന്ന പേരെന്താ? അഗ്നിപർവ്വതങ്ങൾ എന്നാണ്. തുടർച്ചയായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുറന്തള്ളുന്ന അഗ്നിപർവ്വതങ്ങളെ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ വാതകങ്ങളും ചാരവും ശിലാദ്രവവും ശിലാമണ്ഡലങ്ങളൊക്കെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്നും വിളിക്കുന്നു. ഓക്കെയാണേ. അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സജീവ അഗ്നിപർവ്വതങ്ങളും മറ്റൊന്ന് നിർജീവ അഗ്നിപർവ്വതങ്ങളും. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നും, ഒരുപാട് നാളായിട്ട് യാതൊരുവിധ ആക്ടിവിറ്റീസും, അതായത് ഇങ്ങനെ വാതകങ്ങൾ പുറത്തു വരികയോ ചാരം വരികയോ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണെങ്കിൽ അവരെ നമ്മൾ നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്നും വിളിക്കുന്നു. അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്നു. അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന മാഗ്മ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ലാവ എന്നറിയപ്പെടുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന മാഗ്മ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലാവ എന്ന പേരിൽ അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാതകങ്ങളാണ് നൈട്രജൻ സംയുക്തങ്ങള്, സൾഫർ സംയുക്തങ്ങള്, ക്ലോറിൻ, ഹൈഡ്രജൻ, ആർഗൺ എന്നീ വാതകങ്ങൾ. പഠിച്ചോളണേ. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാ? നൈട്രജൻ സംയുക്തങ്ങൾ പുറത്തു വരുന്നുണ്ട്, സൾഫർ സംയുക്തങ്ങൾ പുറത്തു വരുന്നുണ്ട്, ക്ലോറിൻ, ഹൈഡ്രജൻ, ആർഗൺ എന്നീ വാതകങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വരുന്നുണ്ട് കേട്ടോ. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പുറത്തു വരുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അതുകൂടെ സുഹൃത്തുക്കൾ ഓർക്കുക. ഒന്നുകൂടി പറയാം, എന്താണ് അഗ്നിപർവ്വതം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൗമാന്തർ, അതായത് ഭൂമിയുടെ അടിയിൽ നിന്നും വാതകങ്ങൾ, ചാരം, ശിലാദ്രവം, ശിലാഖണ്ഡങ്ങൾ അല്ലെങ്കിൽ ശിലയുടെ ഭാഗങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്ന മാർഗങ്ങളെയാണ് നമ്മൾ അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുറന്തള്ളുന്ന അഗ്നിപർവ്വതങ്ങളെ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നും, ഇങ്ങനെ ഒന്നും പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്നും വിളിക്കുന്നു. അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. അസ്തനോസ്ഫിയറിൽ ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന മാഗ്മ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ലാവ എന്ന്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാ? നൈട്രജൻ സംയുക്തങ്ങള്, സൾഫർ സംയുക്തങ്ങള്, ക്ലോറിൻ, ഹൈഡ്രജൻ, ആർഗൺ. അതുപോലെ പ്രധാനമായിട്ട് നമ്മുടെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പലതരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യം പഠിക്കാനുള്ളതാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. എന്താണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ? ബസാൾട്ട് പ്രവാഹങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. ബസാൾട്ട് പ്രവാഹങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ? അത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. പൊതുവെ ഉയരം കുറവായ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. പൊതുവെ ഉയരം കുറവായ അഗ്നിപർവ്വതങ്ങളായിരിക്കും ആരെന്ന് പറയുന്നത്? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ്
ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത് സ്ഫോടന സ്വഭാവം കുറഞ്ഞ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കും. സ്ഫോടന സ്വഭാവം കുറഞ്ഞ അഗ്നിപർവ്വതങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്നാണ്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ അഗ്നിപർവ്വത മുഖത്ത് കണ്ടോ, ഇതിനെയാണ് അഗ്നിപർവ്വത മുഖം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് വലിപ്പമുള്ള വസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് കൂനകൾ രൂപപ്പെടുന്നു. കണ്ടോ, ഇങ്ങനെ കൂനകള് രൂപപ്പെടുന്നു. ഇത്തരം കൂനകളെ സിൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ നമ്മുടെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മുഖത്ത് വലിപ്പമുള്ള വസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട കൂനകൾ രൂപപ്പെടുന്നുണ്ട്. ഇത്തരം കൂനകൾ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സിൻഡർ കൂനകൾ എന്ന്. എന്തെന്നാണ്? സിൻഡർ കൂനകൾ എന്ന്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് സിൻഡർ കൂന എന്ന് പറയുന്നത്. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങളെല്ലാം ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങളെല്ലാം എന്തിനാണ്? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഷീൽഡ് അഗ്നിപർവ്വതങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബസാൾട്ട് പ്രവാഹങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. പൊതുവെ ഉയരം കുറവായ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. സ്ഫോടന സ്വഭാവം കുറഞ്ഞ അഗ്നിപർവ്വതങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ അഗ്നിപർവ്വത മുഖത്ത് വലിപ്പമുള്ള വസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് കൂനകൾ രൂപപ്പെടുന്നു. ഇത്തരം കൂനകളെ സിൻഡർ കൂനകൾ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം ചോദിച്ചാല് ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങളാണ്. അടുത്തതാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ഏതാണ്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവകളാൽ നിർമ്മിതമാണ് ആര്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ സ്ഫോടന സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. പഠിച്ചോളണേ, പൊതുവെ സ്ഫോടന സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് ആരെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ലാവയ്ക്കൊപ്പം ശിലാഗണങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന് അഗ്നിപർവ്വത നാളിക്ക്, ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ അഗ്നിപർവ്വത നാളി എന്ന് പറഞ്ഞാൽ. കണ്ടോ ഈ ചിത്രത്തിൽ, ഇതിനെയാണ് അഗ്നിപർവ്വത നാളി എന്ന് പറയുന്നത്. ഈ അഗ്നിപർവ്വത നാളിക്ക് ചുറ്റുപാടുമായിട്ട് പാളികളായിട്ട് അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ പാളികളായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയാൻ കാരണം കേട്ടോ. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ ലാവ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിന്റെ കൂടെ എന്ത് കാണും? ശിലയുടെ ഭാഗങ്ങൾ കാണാം, ചാരങ്ങൾ കാണും. ഇവനെല്ലാം എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വൻതോതില് ഈ ശിലയുടെ നാളിയുടെ അല്ലെ അഗ്നിപർവ്വത നാളിയുടെ ചുറ്റും എന്ത് ചെയ്യും? ഇങ്ങനെ തെറിച്ചു വന്ന് ഓരോരോ പാളികളായിട്ട് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു കൂടും. ഇങ്ങനെ പാളികളായിട്ട് അടിഞ്ഞടിഞ്ഞു കൂടി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത്തരം അഗ്നിപർവ്വതങ്ങളെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ? ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമാകുന്നത്. പൊതുവെ സ്ഫോടന സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ലാവയ്ക്കൊപ്പം ശിലാഗണങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന് അഗ്നിപർവ്വത നാളി, കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് അഗ്നിപർവ്വത നാളി എന്ന് പറയുന്നത്. ഈ അഗ്നിപർവ്വത നാളിക്ക് ചുറ്റുമായിട്ട് ഷീൽഡ് അഗ്നിപർവ്വതം പറഞ്ഞ കണക്കല്ല വീഴുന്നത്. എന്ത് ചെയ്യും? ഇവന്മാര് ലെയർ ആയിട്ട് അല്ലെങ്കിൽ പാളികളായിട്ട് വന്ന് എന്ത് ചെയ്യും? വീഴും. ഇങ്ങനെ രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. അടുത്തതാണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ ഏറ്റവും സ്ഫോടക സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വതങ്ങൾക്കിടയിലെ ഏറ്റവും സ്ഫോടക സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് ഏതാ? കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. സ്ഥിരം സ്ഫോടനം നടക്കുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന വലിയ നിർമ്മിതികൾ ഉണ്ടാകില്ല ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക്. ശരിയല്ലേ സുഹൃത്തുക്കളെ? ശ്രദ്ധിച്ച ഇങ്ങോട്ട്, എപ്പോഴും ഇവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അഗ്നിപർവ്വതം എപ്പോഴും അല്ലെങ്കിൽ പൊട്ടാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതമാണെങ്കിൽ എന്താ അവന്റെ പ്രത്യേകത? അവന്റെ ചുറ്റും എന്തെങ്കിലും വസ്തുക്കൾ കാണോ? എല്ലാം എന്ത് ചെയ്യും? ദൂരേക്ക് തെറിച്ചു പോകും. അതുകൊണ്ട് തന്നെ സ്ഥിരം സ്ഫോടനം നടക്കുന്ന അഗ്നിപർവ്വതമായിട്ടുള്ള കാൽഡറ അഗ്നിപർവ്വതങ്ങളിൽ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന വലിയ നിർമ്മിതികൾ ഉണ്ടാകാറില്ല. തകർന്നടിഞ്ഞ ഗർത്തങ്ങൾ മാത്രമേ ഇത്തരം അഗ്നിപർവ്വതങ്ങളുടെ ഭാഗമായി കാണാറുള്ളൂ. വീണ്ടും വന്നിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ലെവല്.
തകർന്നടിഞ്ഞ ഗർത്തങ്ങൾ മാത്രമേ നമ്മുടെ കാൽഡറ അഗ്നിപർവ്വതങ്ങളുടെ ഭാഗമായിട്ട് കാണാൻ കഴിയാറുള്ളൂ. ഇത്തരം അഗ്നിപർവ്വതങ്ങൾ പൊട്ടി രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കാൽഡറ എന്ന്. ഇത്തരം അഗ്നിപർവ്വതങ്ങൾ പൊട്ടി രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? കാൽഡറ എന്നാണ്. കാൽഡറ അഗ്നിപർവ്വതങ്ങളുടെ മാഗ്മ അറ, ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് മാഗ്മ അറ എന്ന് അറിയപ്പെടുന്നത്. ഈ മാഗ്മ അറ എന്ന് പറയുന്നത് എപ്പോഴും ഭൂതലത്തിനോട് ഏറ്റവും ചേർന്നിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്ങാനും ജലം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. ഇനി ഇവൻ കുറെ നാളിങ്ങനെ സ്ഫോടനം നടന്നതിന് ശേഷം പിന്നെ അവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ജലം നിറഞ്ഞിട്ട് ഇതുപോലുള്ള വലിയ വലിയ അഗ്നിപർവ്വതജന്യമായിട്ടുള്ള തടാകങ്ങൾ രൂപപ്പെടും കേട്ടോ. അപ്പോ അഗ്നിപർവ്വതജന്യമായിട്ടുള്ള തടാകങ്ങൾ രൂപപ്പെടുന്നത് കാൽഡറ അഗ്നിപർവ്വതങ്ങളുടെ ഭാഗമായിട്ടാണ്. ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാകും. ഒന്നുകൂടി പറയാം. കാൽഡറ അഗ്നിപർവ്വതങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ ഏറ്റവും സ്ഫോടക സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. സ്ഥിരം സ്ഫോടനം നടക്കുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയുള്ള വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന വലിയ നിർമ്മിതികൾ ഉണ്ടാകില്ല. എവിടെ? കാൽഡറ അഗ്നിപർവ്വതങ്ങൾക്ക്. തകർന്നടിഞ്ഞ ഗർത്തങ്ങൾ മാത്രമേ ഇത്തരം അഗ്നിപർവ്വതങ്ങളുടെ ഭാഗമായി കാണുവാൻ കഴിയുള്ളൂ. ഇത്തരം അഗ്നിപർവ്വതങ്ങൾ പൊട്ടി രൂപപ്പെടുന്ന വലിയ ഗർത്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? കാൽഡറ എന്നാണ്. കാൽഡറ അഗ്നിപർവ്വതങ്ങളുടെ മാഗ്മ അറ കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് മാഗ്മ അറ എന്ന് പറയുന്നത്. ഇതെപ്പോഴും എന്തായിരിക്കും? ഭൂപ്രതലത്തിനോട് വളരെ അടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലെങ്ങാനും ജലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഈ മാഗ്മയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അവസാനം എന്താ സംഭവിക്കുന്നത്? വലിയൊരു തടാകം ഇവിടെ രൂപപ്പെടും. ഈ പറഞ്ഞിരിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിന്റെ മുഖത്ത് എന്ത് ചെയ്യും? വലിയ തടാകം രൂപപ്പെടുകയും ചെയ്യും. ഇതാണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത അഗ്നിപർവ്വതങ്ങളാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങൾ. ദ്രവ സ്വഭാവം കൂടുതലുള്ള ലാവകൾ ദൂരങ്ങളിലേക്ക് പരക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങൾ എന്ന് ചോദിച്ചാൽ ദ്രവ സ്വഭാവം കൂടുതലുള്ള, അതായത് ദ്രാവകാവസ്ഥയിൽ കൂടുതൽ നേരം നിൽക്കാൻ കഴിയുന്ന ലാവകളാണ് എന്ത് ചെയ്യും? അവന്മാർ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ വളരെ ദൂരത്തേക്ക് എന്ത് ചെയ്യും? ഒഴുകി ഇങ്ങനെ പോകും. ഇങ്ങനെ രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഇത്തരം ബസാൾട്ട് ലാവകൾ വ്യാപിക്കുന്നു. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഇത്തരം ബസാൾട്ട് ലാവകൾ വ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള ലാവാ പ്രവാഹങ്ങൾ ശരാശരി 50 മീറ്റർ വരെ കനമുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ലാവാ പ്രവാഹങ്ങൾക്ക് ശരാശരി എത്രയാ? 50 മീറ്റർ വരെ കനമുണ്ടായിരിക്കും. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മഹാരാഷ്ട്ര പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന ഡെക്കാൻ ട്രാപ്പ് മേഖല പണ്ട് കാലത്ത് എന്തായിരുന്നു? ഒരു ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതത്തിന്റെ ഭാഗമായിരുന്നു കേട്ടോ. പഠിച്ചോളണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഇന്ത്യയിലെ മഹാരാഷ്ട്ര പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത് പണ്ട് കാലത്തൊരു ബ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതത്തിന്റെ ഭാഗമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ് അഗ്നിപർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ സ്വഭാവമുള്ള, അതായത് ലിക്വിഡ് നേച്ചറുള്ള ലാവ എന്ത് ചെയ്യും? വളരെ ദൂരത്തേക്ക് എന്ത് ചെയ്യും? പരക്കും. ഇങ്ങനെ രൂപപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ് അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് ചോദിച്ചാൽ അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടത്തിലെ ഭീമന്മാരെന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഈ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങളാണ് കേട്ടോ. കാരണം എന്താ? ഇവന്റെ ലാവ എന്ന് പറയുന്നത് ലിക്വിഡ് പരുവത്തിലാണ് ഇരിക്കുന്നത്, വളരെ വേഗം ഒഴുകിപ്പോകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലാവ എന്ത് ചെയ്യും? വളരെ 1000 കിലോമീറ്ററോളം ദൂരം, അത്രയും ദൂരം വരെ എത്തും. അതുകൊണ്ട് അഗ്നിപർവ്വതത്തിന്റെ വലിപ്പവും അത്ര കാണും. അപ്പോ ഈ അഗ്നിപർവ്വതങ്ങൾക്കിടയിലെ വലിപ്പക്കാരനാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതങ്ങളാണ്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഇത്തരം ബസാൾട്ട് ലാവകൾ വ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള ലാവാ പ്രവാഹങ്ങൾക്ക് ശരാശരി 50 മീറ്റർ വരെ കനമുണ്ടായിരിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ്? ഇന്ത്യയിലെ മഹാരാഷ്ട്ര പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന ഡെക്കാൻ ട്രാപ്പ് മേഖല പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് അഗ്നിപർവ്വതത്തിന്റെ ഭാഗമാണ് പഠിക്കുക. അടുത്തതാണ് സമുദ്രാന്തർ അഗ്നിപർവ്വതങ്ങൾ. എന്താണ് സമുദ്രാന്തർ അഗ്നിപർവ്വതങ്ങൾ? പേര് തന്നെയുണ്ട്. സമുദ്രത്തിന്റെ അടി സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് സമുദ്രാന്തർ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ലോക സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി ഏകദേശം 70,000 കിലോമീറ്റർ നീളത്തില് പർവ്വതങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ലോക സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 7000 കിലോമീറ്റർ നീളത്തില് പർവ്വതങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരം പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് കൂടുതലായും സ്ഫോടകാത്മക സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളായിരിക്കും കാണപ്പെടുന്നത്. അതിന് കാരണം എന്തായിരിക്കും സുഹൃത്തുക്കളെ? നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഭൂമിയുടെ ഘടനയിൽ
ഏറ്റവും കനം കുറവെന്ന് പറയുന്നത് സമുദ്രാതീത ഭാഗമായിട്ടുള്ള ക്രസ്റ്റിനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഭൂവൽക്കത്തിനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നമ്മുടെ അഗ്നിപർവ്വതങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിൽ പലതും സ്ഫോടകാത്മക സ്വഭാവം ഉള്ളവയായിരിക്കും. കാരണം എന്താ, ഇഷ്ടംപോലെ ജലം ചുറ്റിനുമുണ്ട്. ആ ജലം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറിയാൽ മതി, അപ്പോഴേ എന്ത് ചെയ്യും, സ്ഫോടനം സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പല അഗ്നിപർവ്വതങ്ങളും സ്ഫോടക സ്വഭാവമുള്ളവയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന റിംഗ് ഓഫ് ഫയർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഒരുപാട് ചെറു അഗ്നിപർവ്വതങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്താണ്, ഇങ്ങനെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ലാവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ലോക സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി ഏകദേശം 70,000 കിലോമീറ്റർ നീളത്തിലെ പർവ്വതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് കൂടുതലായും സ്ഫോടകാത്മക സ്വഭാവമുള്ള അഗ്നിപർവ്വതങ്ങളാണ് കാണപ്പെടുന്നത്. ഉദാഹരണം ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന റിംഗ് ഓഫ് ഫയർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള ഭൂരൂപങ്ങള്. അഗ്നിപർവ്വത ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വതം മൂലം രൂപപ്പെട്ടുന്ന ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ മോചിപ്പിക്കപ്പെടുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. അഗ്നിപർവ്വതങ്ങളിലൂടെ മോചിപ്പിക്കപ്പെടുന്ന ശിലാദ്രവ്യം തണുത്തുറഞ്ഞ, അല്ലെങ്കിൽ ആ പറഞ്ഞ മാഗ്മ, അല്ലെങ്കിൽ നമുക്ക് ലാവ എന്ന് പറയാം. ഈ ലാവ തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ശിലാദ്രവം ഉപരിതലത്തിൽ എത്തിയ ശേഷമോ ഭൂവൽക്കത്തിൽ ഉള്ളിൽ വെച്ചോ തണുത്തുറയലിന് വിധേയമാകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് അഗ്നിപർവ്വത ഭൂരൂപങ്ങൾ. പഠിച്ചോളനെ, ശിലാദ്രവം ഉപരിതലത്തിൽ എത്തിയ ശേഷമോ ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ചോ തന്നെ തണുത്തുറയപ്പെടുന്നു. ഇങ്ങനെ തണുത്തുറയുന്നത് മൂലം രൂപപ്പെടുന്നവയാണ് അഗ്നിപർവ്വത ഭൂരൂപങ്ങൾ. ഉപരിതലത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു. ഉപരിതലത്തില് ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്നിപർവ്വതജന്യ ആഗ്നേയ ശിലാരൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിന് ഉള്ളിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെ പാതാള ശിലകൾ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചോളനെ. ഭൂവൽക്കത്തിനുള്ളിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാതാള ശിലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആന്തരശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നത് പാതാള ശിലാരൂപങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ആന്തരശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ? പാതാള ശിലാരൂപങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അഗ്നിപർവ്വത ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ മോചിപ്പിക്കപ്പെടുന്ന ശിലാദ്രവ്യം തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ശിലാദ്രവം ഉപരിതലത്തിൽ എത്തിയ ശേഷമോ ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ചോ തണുത്തുറയലിന് വിധേയമാകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് അഗ്നിപർവ്വത ഭൂരൂപങ്ങൾ. ഉപരിതലത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയശിലകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്നിപർവ്വതജന്യ ശിലകൾ അല്ലെങ്കിൽ അഗ്നിപർവ്വതജന്യ ആഗ്നേയ ശിലകൾ എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ ഭൂവൽക്കത്തിനുള്ളിൽ, അതായത് ഭൂമിയുടെ അടിയിൽ വെച്ച് തന്നെ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പാതാള ശിലകൾ എന്ന് വിളിക്കുന്നു. ആന്തരശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നത് പാതാള ശിലാരൂപങ്ങളാണ്. പഠിക്കുക. ആദ്യമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാന അഗ്നിപർവ്വത ഭൂരൂപമാണ് ബാത്തോലിത്തുകൾ. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. എന്താണ് ബാത്തോലിത്തുകൾ? ഭൂവൽക്കത്തിന്റെ ഉൾഭാഗത്തിൽ ഭീമമായ അളവിൽ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ. ഭൂവൽക്കത്തിന്റെ ഉൾഭാഗത്തില് ഭീമമായ അളവില് ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ എന്ന് പറയുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് ബാത്തോലിത്ത്. ഈ ശിലാദ്രവം ഇനി മുകളിൽ വന്നോ? ഇല്ല. ഇനി മുകളിൽ എത്തുന്നതിന് മുമ്പേ എന്താ സംഭവിച്ചത്? ഈ ശിലാദ്രവം അവിടെ വെച്ചങ്ങ് തണുത്തുറഞ്ഞു പോയി. അങ്ങനെ രൂപപ്പെടുന്ന ശിലകളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ബാത്തോലിത്ത് ശിലാരൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ആന്തര ശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ബാത്തോലിത്തുകളാണ്. കാരണം എന്താ? അതിഭീമമായ അളവിലുള്ള ശിലാദ്രവം അഥവാ മാഗ്മ തണുത്തുറഞ്ഞാണ് എന്തുണ്ടാകുന്നത്? ബാത്തോലിത്തുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആന്തര ശിലാരൂപം എന്നറിയപ്പെടുന്നത് ആരാണ്? ബാത്തോലിത്തുകളാണ്. തുടർച്ചയായി അനാവരണ പ്രക്രിയ വഴി ഉപരിതല വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ മാത്രമേ ബാത്തോലിത്തുകൾ ഉപരിതലത്തിൽ ദൃശ്യമാവുകയുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. തുടർച്ചയായി അനാവരണ പ്രക്രിയ വഴി ഉപരിതല വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ മാത്രമേ ബാത്തോലിത്ത് ഉപരിതലത്തിൽ ദൃശ്യമാവുകയുള്ളൂ. കാരണം എന്താ? നമ്മുടെ ഭൂമിയിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും അല്പം അടിയിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി താഴ്ചയിലായിട്ടായിരിക്കും ബാത്തോലിത്തുകൾ എന്ന് പറയുന്ന ശിലകൾ രൂപപ്പെടുന്നത്. അതിവിസ്തൃതമായി കിലോമീറ്ററോളം താഴ്ചയിൽ രൂപപ്പെടുന്ന ആന്തരിക ശിലാരൂപങ്ങൾ പൊതുവെ ഗ്രാനൈറ്റ് ശിലകൾ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്.
ബാത്തോലിത്ത് ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ഗ്രാനൈറ്റ് ശിലകൾ എന്ന്. അപ്പോ അതിവിസ്തൃതമായിട്ട് കിലോമീറ്ററോളം താഴ്ചയിൽ രൂപപ്പെടുന്ന ഈ കായാന്തരിക ശിലാരൂപങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താ? ഗ്രാനൈറ്റ് ശിലകൾ എന്ന്. ഇവിടെ നിന്ന് PSC ചോദിക്കുന്നത് ഗ്രാനൈറ്റ് ശിലകൾ ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്തരിക ശിലകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് എന്ന് പറയാം. കാരണം എന്താ? ഈ ആഗ്നേയ ശിലകളുടെ രൂപീകരണത്തിന് കാരണമായ അതേ മാഗ്മ തന്നെയാണ് ഭൂമിയുടെ അടിയിൽ വെച്ച് തണുത്തുറയുമ്പോൾ ബാത്തോലിത്തായിട്ട് മാറും. ഈ ബാത്തോലിത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന്. ഒന്നാകെ തണുത്തുറഞ്ഞ മാഗ്മ അറകളാണ് ബാത്തോലിത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇത് ഈ ബാത്തോലിത്ത് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു മാഗ്മ അറയ്ക്കുള്ളിലാണ്. അതായത് തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ശിലാദ്രവ്യമായിട്ടുള്ള മാഗ്മ ഒരു അറയ്ക്കുള്ളിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുക. ആ അറ മൊത്തമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങ് തണുത്തുറഞ്ഞു പോയാല് നമുക്ക് അവൻ എന്തെന്ന് വിളിക്കാം? ബാത്തോലിത്ത് എന്ന് വിളിക്കാം. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് ബാത്തോലിത്തുകൾ എന്നാണ് നമ്മൾ നോക്കിയത്. ഭൂവൽക്കത്തിന്റെ ഉൾഭാഗത്തിൽ ഭീമമായ അളവിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ആന്തര ശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാ? ബാത്തോലിത്തുകളാണ്. തുടർച്ചയായ അനാവരണ പ്രക്രിയ വഴി ഉപരിതല വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിലൂടെ മാത്രമേ ബാത്തോലിത്തുകൾ ഉപരിതലത്തിൽ ദൃശ്യമാവുകയുള്ളൂ. അതിവിസ്തൃതമായി കിലോമീറ്ററോളം താഴ്ചയിൽ രൂപപ്പെടുന്ന ഈ കായാന്തരിക ശിലാരൂപങ്ങൾ പൊതുവെ ഗ്രാനൈറ്റ് ശിലകൾ എന്നറിയപ്പെടുന്നു. ഒന്നാകെ തണുത്തുറഞ്ഞ മാഗ്മ അറകളാണ് ബാത്തോലിത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് ലാക്കോലിത്തുകൾ. എന്താണ് ലാക്കോലിത്തുകൾ? ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലാക്കോലിത്തുകൾ അഗ്നിപർവ്വതജന്യമായ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരശിലാരൂപങ്ങളാണ് ലാക്കോലിത്തുകൾ. കണ്ടോ സുഹൃത്തുക്കളെ, അഗ്നിപർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോ ശിലാവശിഷ്ടങ്ങൾ വീണ് അതുപോലെ ചാരവും മറ്റുമൊക്കെ വീണിട്ട് കൂനകൾ രൂപപ്പെടുന്നു. ഇതേപോലെ കൂനകള് ഭൂമിയുടെ അടിയിൽ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നെന്ന് കരുതുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ലാക്കോലിത്തുകൾ എന്ന്. ഭൗമോപരിതലം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ലാവ മാർഗമധ്യേ തണുത്തുറയുന്നത് മൂലം താഴെ നിന്നും കുഴൽ സമാനമായ നാളിയോട് കൂടിയ പരന്ന അടിത്തട്ടുള്ള ലാക്കോലിത്തുകൾ രൂപപ്പെടുന്നു. കണ്ടോ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു നാളിയുടെ രൂപം കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ ലാവ എന്ത് ചെയ്തത്? ലാവ അല്ലെങ്കിൽ നമുക്ക് മാഗ്മ എന്ന് പറയാം. മാഗ്മ എന്ത് ചെയ്തത്? മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ മാഗ്മ തണുത്തുറഞ്ഞിട്ട് കണ്ടോ ഒരു മകുടത്തിന്റെ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടോ. അപ്പൊ ഈ മകുടത്തിന് താഴെയായിട്ട് എന്ത് കാണും? ഒരു പൈപ്പ് പോലുള്ള രൂപം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കുഴൽ സമാനമായിട്ടൊരു നാളി കാണും. ഇങ്ങനെയാണ് ലാക്കോലിത്തുകൾ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക പീഠഭൂമിയിൽ കാണപ്പെടുന്ന മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകളാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കർണാടക പീഠഭൂമിയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഗ്രാനൈറ്റ് കുന്നുകൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ലാക്കോലിത്തുകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക പീഠഭൂമിയിൽ കാണപ്പെടുന്ന മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകളാണ് ലാക്കോലിത്തുകൾക്ക് ഉദാഹരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ് ലാക്കോലിത്തുകൾ. അഗ്നിപർവ്വതജന്യമായ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ ഭൂമിയുടെ അടിയിൽ രൂപപ്പെടുന്ന ആന്തരശിലാ രൂപങ്ങളാണ് ലാക്കോലിത്തുകൾ എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ലാവ മാർഗമധ്യേ തണുത്തുറയുന്നത് മൂലം താഴെ നിന്നും കുഴൽ സമാനമായ നാളിയോടുകൂടിയ പരന്ന അടിത്തട്ടുള്ള ലാക്കോലിത്തുകൾ രൂപപ്പെടുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ? കർണാടക പീഠഭൂമിയിൽ കാണപ്പെടുന്ന മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകളാണ് പഠിക്കുക. മൂന്നാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ലാപ്പോലിത്തുകൾ. എന്താണ് ലാപ്പോലിത്തുകൾ? ഭൗമോപരിതലത്തിലേക്ക് നീങ്ങുന്ന ശിലാദ്രവ്യം ശിലകളിലെ തിരശ്ചീനമായ വിടവുകളിലേക്ക് പ്രവേശിച്ച് തണുത്തുറയുന്നതിലൂടെ വ്യത്യസ്തമായ ആന്തര ശിലാരൂപങ്ങൾ കൈവരിക്കുന്നു. ഇവയാണ് ലാപ്പോലിത്തുകൾ എന്നറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ലാക്കോലിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ അടിയിൽ അറകൾ കാണും. അവിടെ എന്ത് ചെയ്യും? പയ്യെ ചെന്ന് നമ്മുടെ ശിലാദ്രവം എന്ത് ചെയ്യും? ചേരും. എന്നിട്ട് എന്താണ്? ഒരു മകുടത്തിന്റെ ആകൃതിയിൽ എന്ത് ചെയ്യും? രൂപീകരിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ ലാക്കോലിത്ത് എന്ന് വിളിച്ചത്. എന്നാൽ നേരെ തിരിച്ച് ലാപ്പോലിത്തിന്റെ ഭാഗത്ത് എന്താ വരുന്നത്? ലാപ്പോലിത്തിൽ ശിലാദ്രവ്യങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഈ ശിലകളുടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഒരുപാട് വിടവുകളുണ്ടല്ലേ, ഈ ഒരുപാട് വിടവുകളുണ്ട്. ഈ വിടവുകളുടെ ഇടയിലോട്ട് നമ്മുടെ ലാവകൾ അറിയാതെ ചെന്ന് കയറി കൊടുക്കുകയും അവിടെ ഇരുന്ന് അങ്ങ് തണുത്തുറയുകയും ചെയ്യും. അങ്ങനെ രൂപപ്പെടുന്നവയാണ് ലാപ്പോലിത്തുകൾ. അപ്പൊ ഈ ലാപ്പോലിത്തുകളുടെ പ്രത്യേകത എന്തായിരിക്കും സുഹൃത്തുക്കളെ? അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ഇത്തരം ആഗ്നേയ ശിലാരൂപങ്ങളെ ലാപ്പോലിത്തുകൾ എന്നറിയപ്പെടുന്നു. അപ്പോ ലാപ്പോലിത്തുകൾ എപ്പോഴും എന്തായിരിക്കും? അവതല ആകൃതി ആയിരിക്കും. കണ്ടോ, അവതല ലെൻസിലെ അവതല മിറർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ അവതല ആകൃതിയിലായിരിക്കും ആര് കാണപ്പെടുന്നത്? ലാപ്പോലിത്തുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ലാപ്പോലിത്തുകളുടെ ആകൃതി എന്താ? അവതല ആകൃതിയാണ്. എന്താകൃതിയാ? അവതല ആകൃതിയാണ്.
തരംഗ രൂപത്തിലുള്ള ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങളെ ഫാക്കോലിത്തുകൾ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. തരംഗ രൂപത്തിലുള്ള ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങളെ ഫാക്കോലിത്തുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. കണ്ടോ, ഇതാണ് ഫാക്കോലിത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ തരംഗ രൂപത്തിലുള്ള ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാക്കോലിത്തുകൾ എന്ന്. എന്താണ് ഫാക്കോലിത്തുകൾ എന്ന്? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നമ്മൾ ലാപ്പോലിത്തുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൗമോപരിതലത്തിലേക്ക് നീങ്ങുന്ന ശിലാദ്രവം തിരശ്ചീനമായ വിടവുകളിലേക്ക് പ്രവേശിച്ച് തണുത്തുറയുന്നതിലൂടെ വ്യത്യസ്തമായ ആന്തര ശിലാരൂപങ്ങൾ രൂപപ്പെടുന്നു. ഇവയെ ലാപ്പോലിത്തുകൾ എന്ന് അറിയപ്പെടുന്നു. ലാപ്പോലിത്തുകളുടെ ആകൃതി പൊതുവെ എന്തായിരിക്കും? അവതല ആകൃതിയായിരിക്കും. ഇനി മറ്റൊന്നാണ് ഫാക്കോലിത്തുകൾ എന്ന് പറയുന്നത്. ലാപ്പോലിത്തുകളെ പോലെ തന്നെ സഹോദരനാണ് ഫാക്കോലിത്ത് എന്ന് പറയുന്നത്. ഫാക്കോലിത്തിന്റെ പ്രത്യേകത എന്താ? തരംഗ രൂപത്തിലുള്ള ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാക്കോലിത്തുകൾ എന്ന്. ചിത്രത്തിൽ കണ്ടോ, ഇങ്ങനെ തരംഗ രൂപത്തിൽ ഇരിക്കുന്നുണ്ടോ? ഇവയാണ് ഫാക്കോലിത്തുകൾ എന്ന് വിളിക്കുന്നത്. ഏറെക്കുറെ തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങളെങ്കിൽ അവ സില്ലുകൾ എന്നോ ഷീറ്റുകൾ എന്നോ അറിയപ്പെടുന്നു. ഏറെക്കുറെ തിരശ്ചീന തലത്തിൽ, അതായത് ഇങ്ങനെ, ഇതാണ് കേട്ടോ തിരശ്ചീന തലം എന്ന് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങൾ രൂപപ്പെടുന്നതെങ്കിൽ ഒന്നുകിൽ അവനെ നമ്മൾ സില്ലുകൾ എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അവനെ എന്തെന്ന് വിളിക്കുന്നു? ഷീറ്റുകൾ എന്ന് വിളിക്കുന്നു. ഒന്നുകിൽ നമ്മൾ അതിനെ സില്ലുകൾ എന്നോ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? ഷീറ്റുകൾ എന്നോ വിളിക്കുന്നു. നേരിയ കനത്തോടു കൂടിയ ആന്തരശിലകളെ ഷീറ്റുകൾ എന്നും കനം ഏറെയുള്ള ആന്തരശിലകളെ സില്ലുകൾ എന്നും വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. നേരിയ കനത്തോടു കൂടിയ ആന്തരശിലകളെ നമ്മൾ എന്തെന്നാണ്? ഷീറ്റുകൾ എന്നും കനം ഏറിയ ആന്തരശിലകളെ നമ്മൾ സില്ലുകൾ എന്നും വിളിക്കുന്നു. സുഹൃത്തുക്കൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവസാനമായി നമുക്ക് പഠിക്കേണ്ട അഗ്നിപർവ്വതജന്യമായിട്ടുള്ള രൂപമാണ് ഡൈക്കുകൾ എന്നുള്ള. എന്താണ് ഡൈക്കുകൾ? ഭൂവൽക്ക ശിലകളിൽ ലംബ ദിശയിലേക്കുള്ള വിള്ളലുകളിലേക്ക് കടന്നു കയറുന്ന ശിലാദ്രവ്യം തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായ ആന്തരശിലാരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ഡൈക്കുകൾ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിലേക്ക് നോക്കിയ സുഹൃത്തുക്കളെ, കണ്ടോ, ഒരു മതില് കെട്ടി വെച്ചേക്കുന്ന ഇരിക്കുന്നുണ്ടോ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈക്കുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഡൈക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭൂവൽക്ക ശിലകളിലെ ലംബമായുള്ള വിള്ളകളിലേക്ക് എന്ത് കടന്നു കയറും? ശിലാദ്രവം കടന്നു കയറും. അതായത് ഇതിനെയാണ് ഡൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നേരെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള വിള്ളലുകളിലേക്ക് അല്ലെങ്കിൽ ലംബമായിട്ടുള്ള വിള്ളലുകളിലേക്ക് വന്ന് കടന്നു കയറും. ഇതിനെ നമ്മൾ ഡൈക്ക് എന്ന് പറയും. നേരെ ഹൊറസോണ്ടൽ ആയിട്ടുള്ള വിള്ളലിലേക്കാണ് വന്ന് കയറുന്നെങ്കിലോ അതിന് നമ്മൾ സില്ലുകൾ എന്നും പറയും കേട്ടോ. അപ്പൊ ഈ ഡൈക്കുകളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ഒരു ചുമര് കെട്ടി വെച്ചാൽ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഭിത്തി എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരിക്കും ഡൈക്കുകൾ കാണപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മഹാരാഷ്ട്രയുടെ ഭാഗമായി വരുന്ന ആന്തരശിലാരൂപങ്ങൾ മിക്കതും ഡൈക്കുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ട് വരുന്ന ആന്തരശിലാരൂപങ്ങൾ പലതും എന്താണ്? ഡൈക്കുകൾക്ക് ഉദാഹരണമാണ്. ചിത്രത്തിൽ കണ്ടോ, ഒരു ഭിത്തി കെട്ടിവെച്ചേക്കുന്ന പോലെയാണ് ഡൈക്കിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഭൂവൽക്ക ശിലകളിൽ ലംബമായുള്ള വിള്ളലുകളിലേക്ക് കടന്നു കയറുന്ന ശിലാദ്രവ്യം തണുത്തുറഞ്ഞ ഭിത്തികൾ സമാനമായ ആന്തരശിലാരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇവയെ ഡൈക്കുകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം, പടിഞ്ഞാറൻ മഹാരാഷ്ട്രയുടെ ഭാഗമായി വരുന്ന ആന്തരശിലാരൂപങ്ങൾ ഡൈക്കുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അപ്പോ ഇത്രയുമായിരുന്നു നമ്മുടെ ഭൂമിയുടെ ഘടനയും അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളെയും പറ്റി നമ്മൾ പഠിച്ചത്. ഇത് രണ്ടും ഒന്നിച്ചങ്ങ് പഠിച്ചു പോകണം. ഉറപ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.